ഞാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ. എന്താടാ ധർമ്മ, നിനക്ക് സുഖമാണോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്താടാ ചെയ്യുന്നേ? നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്തൂടെ? ശരി ശരി, നിനക്ക് എന്റെ മേലെ ഇത്രയും താല്പര്യം ഉണ്ടല്ലേ? എടാ, നീ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ദേ അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ മച്ചമ്പി അല്ലേ വരുന്നേ. എടാ, അവൻ വരുന്നുണ്ടല്ലേ? ഇന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ. എന്നാ വാ, പോവാം. എടാ രത്ത, നിനക്ക് സുഖമാണോടാ? സ്റ്റുപ്പിഡ്സ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ലേ? അല്ലടാ, ശല്യം ചെയ്യാൻ വേണ്ടി തന്നെ വന്നാ. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് പോവാ. നിങ്ങൾ രണ്ടുപേരും ഞാൻ പിന്നെ കണ്ടോളാം. എന്നാ ശരി, കെട്ടിപ്പിടിച്ചോടാ. കെട്ടിപ്പിടിച്ചോ? ഇടിയറ്റ്, വന്നിട്ട് കാണിച്ചാടാ നാറികളെ. എടാ, ഇവന് ശരിക്കും പ്രാന്തല്ലേ? പക്ഷെ ഇവൻ കുറച്ച് ദിവസമായിട്ട് നല്ല ഷോ കളിക്കുന്നുണ്ട്. ഇവൻ ഈ ഏരിയയിൽ ഒരു പെണ്ണിനെ പോലും വെറുതെ വിടുന്നില്ലെന്നേ. ഇവനെ നമുക്കൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എന്റെ അടുത്തേ ഒരു ഐഡിയ ഉണ്ട്. നീ പറയുന്ന കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു യൂസ്ലെസിന്റെ വേർഡ് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. നിനക്ക് മനസ്സിലായല്ലോ? എടാ, എത്ര നാളെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ? ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാ. ഞാൻ മരിച്ചു പോയതിനു ശേഷം എന്റെ ഡെഡ് ബോഡി കാണാൻ വന്നേക്ക്, ഓക്കെ? ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാ. ഇത്രയും സുന്ദരിയായിട്ടൊരു പെൺകുട്ടി മരിക്കാൻ പോകുന്ന, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഹായ് ഗൈസ്, ഞാൻ സണ്ണി ലിയോണി, നിങ്ങളുടെ പ്രിയപ്പെട്ട സണ്ണി ലിയോണി. എന്റെ വീഡിയോസ് ഒന്നും വൈറൽ ആവുന്നില്ല. നല്ല വീഡിയോ ചെയ്തതിന് ശേഷവും ആരും ഒന്നും കാണുന്നില്ല. ഒരു ലൈക്ക് പോലും കിട്ടുന്നില്ല. ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാ. ബൈ. ഏയ് വേണ്ട, നിങ്ങൾ എന്തിനാ മരിക്കാൻ പോകുന്നേ? ഞാൻ അതിന് സമ്മതിക്കില്ല. എന്നെ വിട്, എനിക്ക് മരിക്കണം. ഞാൻ സമ്മതിക്കില്ല, ഞാൻ വിടില്ല. നീ നിന്റെ പ്രശ്നം എന്താന്ന് പറ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. പറ. എന്ത് പറയാനാ, എന്റെ തലവിധി ഒട്ടും ശരിയല്ല. കുറച്ചുനാള് മുമ്പ് എന്റെ വീഡിയോസ് ഒക്കെ വൈറൽ ആവുമായിരുന്നു. ലൈക്ക് ചെയ്യായിരുന്നു, കമന്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും ഒന്നും കാണുന്നില്ല. ഇതുപോലെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ ജീവിതം തൊലഞ്ഞു പോയി. അതല്ല ഡാർലിംഗ്, അതൊക്കെ പോട്ടെ. ഡാർലിംഗ് അല്ലാതെ പിന്നെ ആരാ പറഞ്ഞ നിന്റെ വീഡിയോ വൈറലായില്ലെന്ന്? ആരാ പറഞ്ഞ നിന്റെ വീഡിയോ കാണില്ലെന്ന്? അതിനല്ലേ ഞാനുള്ളത്. ഞാൻ നിന്റെ വീഡിയോ കണ്ടോളാം. കാലത്തും രാത്രിയിലും 24 മണിക്കൂറും 7 ദിവസവും ഞാൻ നിന്റെ വീഡിയോ കണ്ടോളാം. അതിനുശേഷം ഞാൻ നിന്നെ പ്രണയിക്കാം. സത്യമാണോ പറയുന്നത്? സത്യമായിട്ടും. എന്നാ എനിക്കൊരു ഉമ്മ. ശരി ശരി, പോയിന്ന് റെഡിയാവും. ഞാൻ നിന്റെ എല്ലാ വീഡിയോ എടുത്തോളാം. ആ ശരി, പോയിക്കോ. ഞാൻ ഇവളെ വൈറലാക്കി കാണിച്ചു കൊടുക്കാം. ഹായ് ബേബി, ഞാൻ റെഡിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ആഹാ, നീ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ശരി പറ, ഏത് പാട്ടിനാ റീൽസ് ചെയ്യണ്ടേ? ഇപ്പൊ ഏത് സോങ്ങാ വൈറലായിട്ടുള്ളേ? ഏതെങ്കിലും തമിഴ് സോങ്? അത് ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ല. ബേബി, അപ്പം വെള്ളം എവിടെയുള്ളേ? അത് പ്രോബ്ലം ഒന്നുമില്ല, ഞാനിപ്പോ കൊണ്ടുവന്നു വരാം. എടാ, നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നേ. അപ്പൊ വീഡിയോ റെഡിയാക്കാലോ. അപ്പൊ നമുക്ക് റീൽസ് എടുക്കാം, നിന്നെ വൈറലാക്കാം. ഇതാ വെള്ളം വന്നല്ലോ. ഓക്കെ ബേബി, അപ്പൊ റീൽസ് ചെയ്താലോ? പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ പതുക്കെ എന്റെ മുകളിലേക്ക് വെള്ളം തളിക്കണം. പതുക്കെ വെള്ളം തളിക്കണം, ഓക്കെ അല്ലേ? മനസ്സിലായോ? ശരി ഏട്ടാ, വാ ബേബി. റെഡി ബേബി? യെസ് ബേബി. ശരി. വെള്ളം കുറച്ചുകൂടി ഒഴിക്ക്. എടാ പൊട്ടാ, വെള്ളം ഒഴിക്കടാ. ശരി ഏട്ടാ. കുറച്ചുകൂടി വെള്ളം ഒഴിക്ക്.
എന്താ പറ്റിയേ? നോക്കട്ടെ. തെണ്ടികളെ, വിവരമില്ലാത്തവന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞാലടാ കുറച്ച് വെള്ളം ഒഴിക്കാനായിട്ട്. നിങ്ങളെല്ലാം നശിപ്പിച്ചു. എന്റെ എല്ലാ മേക്കപ്പ് നിങ്ങളെ നശിപ്പിച്ചില്ലടാ. എപ്പോടാ ഇവിടെ ഓടാ. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഫണ്ണി ലിയോണിയാ. ഇനി എനിക്ക് ആത്മഹത്യ ചെയ്യാതെ വേറെ വഴിയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ താഴെ വീഴണോ? ഇല്ലില്ല, അതല്ല. ഇരുന്നോ, ഇവിടെ ഇരിക്കേ. ബീഗം, ബീഗം, അല്ല എന്താണെങ്കിലും പറ. എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നേ? പോയി നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കും. ബീഗം, ഈ രാത്രിയിൽ അമ്മയെ എഴുന്നേൽപ്പിക്കുന്നത് ശരിയല്ല. നീ തന്നെ പറഞ്ഞാൽ മതി. എന്താ കാര്യമെന്ന് പറ. പറഞ്ഞില്ലേ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കാൻ. ഓഹോ, അല്ല നമ്മുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് വെറുതെ എന്തിനാ അമ്മേനൊക്കെ കൊണ്ടുവരുന്നേ? ഞാനാണോ നിങ്ങളുടെ അമ്മയുടെ ഇടയിൽ നിൽക്കുന്നേ? എല്ലാ വിഷയത്തിലും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ബിരിയാണി നല്ലതാണ്, അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ പായസം നല്ലതാണെന്നൊക്കെ. ബീഗം, ഒരു കാര്യമുണ്ട്. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ പായസം ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവരൊരു കപ്പിനും കൂടെ വേണ്ടി കാത്തിരിക്കും. പിന്നെ നിനക്കും അമ്മയുണ്ടാക്കിയ പായസം ഇഷ്ടമല്ലേ? ശരിയല്ലേ? പിന്നെ അമ്മയുണ്ടാക്കിയ ബിരിയാണി, ഓ, എപ്പോഴൊക്കെ അമ്മ ബിരിയാണി ഉണ്ടാക്കിയാലും അയൽവക്കത്തുള്ള ഒരു 10 വീട്ടിലേക്കെങ്കിലും അതിന്റെ മണം പോയിട്ടുണ്ടാവും. എന്നെ പോയാട്ടെ, നിങ്ങളുടെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ബിരിയാണി കഴിച്ചാട്ടെ. ബേഗം, 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 നീ എങ്ങോട്ടൊന്ന് നോക്ക്. ഇന്ന് ഞാൻ നിനക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ ഡ്രസ് ഇട്ടിരിക്കുന്നേ. കൂടാതെ അത്ര ഇട്ടിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചൂടെ? എനിക്കിപ്പോ ഒരു മൂടില്ല. അത് വിടു ബീഗം. എന്തിനു ദേഷ്യപ്പെടുന്നേ? ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ അമ്മ എന്തൊക്കെ ചെയ്താലും അമ്മയെ ഒരിക്കലും പുകഴ്ത്താൻ പാടില്ല. നീ എന്താ ബീഗം പറയുന്നേ? അമ്മ എന്റെ അമ്മയല്ലേ. അവരെ പുകഴ്ത്തുന്നൊക്കെ തനിയെ വരുന്നതല്ലേ. ശരി, ഇപ്പൊ നിങ്ങളൊരു കാര്യം പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയാണോ ഇഷ്ടം, അതെയോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം? ബീഗം, എന്തൊരു ചോദ്യം അത്. ശരി, ഒരു കാര്യം പറയാം. ഞാനും നിങ്ങളുടെ അമ്മയും കൂടി ഒരു ബോട്ടിൽ ഇരിക്കുമ്പോ അത് മുങ്ങിപ്പോയി. അപ്പൊ നിങ്ങൾ ആരെയായിരിക്കും ആദ്യം രക്ഷിക്കുക? രണ്ടുപേരും രക്ഷിക്കില്ല. കാരണം എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. ശരി, അത് വിട്. നിന്നെ ഞാൻ ആദ്യം രക്ഷിക്കാം, പോരെ? നിങ്ങൾ എന്തൊരു വലിയ സ്വാർത്ഥനാണെന്ന് ഇപ്പോഴാ മനസ്സിലായേ. ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പെറ്റ അമ്മയെ നിങ്ങൾ തള്ളിക്കളയുമല്ലേ. ഓ ദൈവമേ, നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചതേയില്ല. ബീഗം, നീ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നേ? നിങ്ങൾ എന്നെ തീരെ ശ്രദ്ധിക്കുന്നതേയില്ല. നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, അല്ലേ? ഇതൊക്കെ ആലോചിക്കുമ്പോ നിങ്ങളുടെ മുഖം കാണാനേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല.
അമ്മേ. ഓ